പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ ഗൾഫിലായിരുന്നു ആദ്യം ജോലി ചെയ്തത്. ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗൾഫിൽ നിന്ന് ലീവിൽ വരും, പോകും, ജോലി ചെയ്യും, വരും. അങ്ങനെ ഉള്ള സമയത്ത് ഞാനും എൻ്റെ അനിയനും കൂടിയിട്ട് ഒരു ജ്യോത്സ്യനെ കാണാൻ പോയി. ചില പ്രശ്നങ്ങൾ അന്നത്തെ ഓർമ്മയില്ല. അങ്ങനെ ജ്യോത്സ്യൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ പേരൊക്കെ ചോദിച്ച്, അതിന് നക്ഷത്രമൊക്കെ ചോദിച്ച്, അതിന് ശേഷം എന്നെ തന്നെ നോക്കിയിട്ട് അദ്ദേഹം പറയാം, നിങ്ങൾ ലോകം അറിയുന്ന ഒരാളായിട്ട് മാറും. അപ്പോൾ ഞാനും ഇവനിങ്ങനെ തമ്മിൽ നോക്കി. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, ഒരിക്കലും അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ ചാൻസ് ഇല്ല. ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന വരുന്ന് സാധാരണക്കാരനായ ഒരാൾ ഗൾഫിൽ ജോലി ചെയ്യുന്ന വരുന്ന് വീണ്ടും തിരിച്ചു പോകുന്നു. അങ്ങനെയുള്ള ഒരാൾ ലോകം അറിയപ്പെടുന്ന ഒരാളായി മാറാൻ ചാൻസ് ഇല്ല. പിന്നെ എൻ്റെ ഉള്ളിൽ എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ സിനിമയിൽ എത്തിപ്പെടണം, സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അപ്പോൾ ഞങ്ങളിങ്ങനെ പറഞ്ഞു, ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. അപ്പോൾ നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ ഇതേമാതിരി എവിടെയെങ്കിലും ജ്യോത്സ്യൻ്റെ അടുത്തോ അല്ലെ വേറെ ഏതെങ്കിലും സ്വാമിയുടെ അടുത്തോ അല്ലെ അമ്പലത്തിൽ പോയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ഒരു വാക്ക് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല എന്ന്. അപ്പോൾ അദ്ദേഹം വീണ്ടും പറഞ്ഞു, നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ ലോകം അറിയപ്പെടുന്ന ഒരാളായിട്ട് മാറും, അത് 100% ശരിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ലോകം അറിയപ്പെടുന്ന ഒരാളായി മാറി. ഇത്രയും വർഷത്തിന് ശേഷം, 20 വർഷത്തിന് ശേഷം ലോകം അറിയപ്പെടുന്ന ഒരാളായിട്ട് മാറി. കാരണം ഈ വീഡിയോയിലൂടെ നിങ്ങൾ ഒരുപാട് ആൾക്കാരിലേക്ക് നിങ്ങൾ എത്തിച്ചു. ഇതിനൊക്കെ കാരണക്കാർ നിങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അപ്പോൾ പിന്നെ ഈ ഒരു അവസ്ഥ പറഞ്ഞപ്പോൾ നമുക്ക് പിന്നെ അതങ്ങ് വിട്ട്. കാരണം ഗൾഫിൽ വരുന്നത് സിനിമേൻ്റെ പിറകെ ഒന്നും പോയിട്ടില്ല. പിന്നെ അങ്ങനെയുള്ളൊരു സാഹചര്യമായിരുന്നു. അപ്പോൾ എന്തായാലും സോഷ്യൽ മീഡിയയിലൂടെയാണ് എന്നെ ഇപ്പം ലോകം മുഴുവനും അറിയപ്പെട്ടത്. കാരണം ഒറ്റ ദിവസം കൊണ്ട് 1.9 മില്യൺ, 2 മില്യൺ, 2.1 മില്യൺ ഇങ്ങനെയെല്ലാം പറഞ്ഞാൽ അത്രയധികം വ്യൂസ് ഉണ്ടാകുമ്പോൾ പിന്നെ ലോകം മുഴുവനും അറിയപ്പെട്ടില്ല അല്ലേ. പല രാജ്യത്തുനിന്നും മെസ്സേജ് ഇടാറുണ്ട്. അപ്പോൾ ഈ അടുത്ത് ഞാൻ അദ്ദേഹത്തെ വീണ്ടും പോയി കണ്ടു, ഈ ജ്യോത്സ്യനെ. അപ്പോൾ ഞാൻ പറഞ്ഞ്, നിങ്ങൾ പണ്ട് എന്നോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് ഓർമ്മപ്പെടുത്താനാണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണെന്ന്. എന്നോട് വീണ്ടും പറഞ്ഞത് നിങ്ങൾക്ക് ഇതൊന്നല്ല, നിങ്ങൾക്കിനി വരാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഇപ്പം ഞാൻ വളരെയധികം ദുരിതത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എൻ്റെ ജീവിതം അങ്ങനെയുള്ള ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അത് പറഞ്ഞപ്പോൾ പറഞ്ഞ്, അതൊന്നും സാരമില്ല, കിട്ടുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് കിട്ടും, കാത്തിരിക്കൂ, ഇനി അധിക നാളില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ നാവ് പൊന്നാവട്ടെ, അതുപോലെ എൻ്റെ ആ സ്വപ്നങ്ങളെല്ലാം പൂവണിയട്ടെ. സിനിമയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി അത് റിലീസായി നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് അത് വിജയിപ്പിച്ച് തന്നാൽ ഈ ഒരു ലോകം അറിയപ്പെടുന്ന ആളായിട്ട് മാറും എന്നുള്ള ഉറപ്പാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ.